ഓക്കെ ഗൈസ്, അപ്പോ നമസ്കാരം, വണക്കം, വന്ദനം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഏഹ് ഇന്നിപ്പോ നമ്മള് സംസാരിക്കാൻ പോകുന്നത് ആരാധ്യനായ നമ്മുടെ വളരെ സീനിയറായ നടൻ ശ്രീ ബാലങ്കേ നായരെ കുറിച്ചാണ്. കാരണം ഒരു നീണ്ട കാലഘട്ടം മുഴുവൻ മലയാള സിനിമയിൽ വില്ലനായിട്ട്, വെറും വില്ലനല്ല, കോൾഡ് ബ്ലഡഡ്, കൊടൂര കഠിന ഹൃദയ വില്ലൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ഒരു നീണ്ട കാലഘട്ടം നിറഞ്ഞു നിന്നൊരു വ്യക്തിയാണ്. മലയാളത്തിൽ നിങ്ങൾക്കറിയാൻ കൊട്ടാരക്കര ശ്രീധരൻ നായർ മുതല് ഇങ്ങോട്ട് മുതലേ വളർത്തിയിരുന്ന ജോസ് പ്രകാശും തോളില് കഴുകനെ കൊണ്ട് കിടക്കുന്ന എം നമ്പ്യാരും തൊട്ട് നൂറുകണക്കിന് വില്ലന്മാര് തങ്ങളുടെ കഥാപാത്രത്തിനോട് എല്ലാ വിധത്തിലും യോജിച്ചു പോകുന്ന നൂറുകണക്കിന് വില്ലന്മാര് മോഹൻലാൽ അടക്കം, ശ്രീമാൻ മോഹൻലാൽ അടക്കം നമുക്ക് മലയാളത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇവരാരും ഇത്രത്തോളം ബാലങ്കേ നായരുടെ കണക്ക് നീണ്ട ഒരു കാലഘട്ടം സിനിമയിൽ ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഒരു പ്രത്യേക ഷാൻറയിലുള്ള നടൻ തന്നെ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് കോൾഡ് ബ്ലഡഡ് എന്ന് പറയുന്നെങ്കിലും അദ്ദേഹത്തിന് അക്കാലത്ത് മനസ്സിലാക്കണം, ആ കാലത്ത് ഒരു മലയാള സിനിമാ പ്രേക്ഷകര് വളരെ ഭയത്തോടുകൂടി കണ്ടിരുന്ന, എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ വളരെ സൗമ്യനും സ്വഭാവശീലനുമായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നാണ് അദ്ദേഹത്തിനെ നേരിട്ട് അറിയാവുന്നവർ പറയുന്നത്. അന്നൊക്കെ അദ്ദേഹത്തിന്റെ മുഖം സിനിമയിൽ കണ്ടാൽ തന്നെ നമുക്കറിയാം, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അന്ന് ഒരു 7-8 സംഘടനം ഉറപ്പാണ്. വെറും സംഘടനം മാത്രമല്ല, 2-3 ബലാത്സംഗാലയുടെ ആചാര്യനായിരുന്നു അദ്ദേഹം. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്നു നായിക വിറയ്ക്കുന്ന കൈകളോടെ ആൾസാരി കഴിക്കുന്നു, കത്തി കാണിച്ചിട്ട് ജീവൻ വേണമെങ്കിൽ ബ്ലൗസ് കഴിക്കാൻ പറയുന്നു, നായിക വിറയ്ക്കുന്ന കരങ്ങളുടെ ബ്ലൗസ് കഴിക്കുന്നു, പാവാട ഊരാൻ പറയുന്നു, പച്ച പാവാട, ഇങ്ങനെ വിറയ്ക്കുന്ന കരങ്ങളോടെ തന്നെ പച്ച പാവാട ഊരുന്നു, അതിനടിയിൽ നീലപ്പാവാട. എന്താ ഡബിൾ ഡക്കറോ? നീലപ്പാവാട ഊര്, നീലപ്പാവാട വരുമ്പോ അതിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ, കരിയില അനങ്ങുന്നുണ്ടോ, ആരാ എന്നുള്ള ചിന്തയായിരുന്നു. ഒരിക്കലേ അദ്ദേഹം തന്നെ പറയാറുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു ഷൂട്ടിന് വേണ്ടി മദ്രാശിക്ക് യാത്ര പോകുമ്പോൾ കമ്പാർട്ട്മെന്റിൽ കൂടുണ്ടായിരുന്ന സ്ത്രീജനങ്ങളെ മുഴുവൻ അദ്ദേഹത്തെ ഭയന്ന് ചാടി പുറത്തിറങ്ങിയെന്ന്. ടിടിയും പോലീസും ഒക്കെ അന്ന് ഇടപെട്ടു. എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോ അകത്ത് ബാലങ്കേ നായരുണ്ടെന്ന്, അകത്ത് പുലിയുണ്ടെന്ന് പറയുന്നത് പോലെ. അവസാനം എന്തായാലും അവര് ധൈര്യം കൊടുത്ത് ഒരു സ്ത്രീ അകത്തോട്ട് കയറാനായിട്ട് ശ്രമിച്ചു നോക്കിയപ്പോ അകത്ത് ബാലങ്കേ നായരല്ലേ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്നാ പിന്നെ നാളെ ആവട്ടെന്ന് പറയാതിരിക്കെ തിരിച്ചിറങ്ങി. കാര്യം അവർക്ക് അറിയില്ല, ബോച്ച പറഞ്ഞണക്കുള്ള സ്ഥിതിയായാലോ എന്നുള്ള ഭയമായിരുന്നു. അതെന്തായാലും വ്യക്തിപരമായി മറ്റുള്ളവരോട് വളരെയേറെ സൗഹാർദ്ദപരമായ സ്നേഹത്തോടും പെരുമാറിയിരുന്ന വളരെയേറെ കുലീനത്വം നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതം നമുക്കൊന്ന് ഓടിച്ചൊന്ന് നോക്കാം. കോഴിക്കോട് കൊയിലാണ്ടിയിലെ കരണാട്ട് വീട്ടിൽ ആണ് അദ്ദേഹം 1933 ജനിച്ചത്. ബാല്യകാലം ദാരിദ്ര്യവും കഷ്ടപ്പാടും നിറഞ്ഞായിരുന്നു. ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും മരിച്ചു. സഹോദരങ്ങളെ പോറ്റാൻ വേണ്ടി പുള്ളി ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി. ആ നാളുകളിൽ രാവിലെ മുതൽ രാത്രി വരെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിട്ട് നാടക റിഹേഴ്സലിന് പോകുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ടം. ഒരുപാട് വർഷക്കാലം കോഴിക്കോട്ടെ നാടകവേദികളിൽ സജീവമായിരുന്നതിന് ശേഷമാണ് 37-ാം വയസ്സിൽ സിനിമയിലേക്ക് എത്തിയത്. സിനിമയിൽ വരുന്നതിന് മുമ്പ് ബോളിവുഡിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന, അക്കാലത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ദേവാനന്ദന്റെ ഡ്യൂപ്പായിട്ട് പിന്നെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. 1970-ൽ MTയുടെ തിരക്കഥയിൽ വിൻസെന്റ് സംവിധാനം ചെയ്ത നിഴലാട്ടത്തിലൂടെയാണ് സിനിമയിലെ അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം. അതിനുശേഷം 20 വർഷത്തോളം സിനിമാ ലോകത്ത് അദ്ദേഹം തിളങ്ങി നിന്നു. കൂടുതലും വില്ലൻ കഥാപാത്രങ്ങളിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനായത്. 250-ലേറെ സിനിമകളുടെ ഭാഗമായ അദ്ദേഹത്തിന് 1981-ൽ ഓപ്പോൾ എന്ന സിനിമയിലൂടെ മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. അതിഥി, തച്ചോളി അമ്പു എന്നീ സിനിമകളിലെ അഭിനയത്തിലൂടെ മികച്ച സഹനടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 1992-ൽ കടവെന്ന സിനിമയിലാണ് അദ്ദേഹം ഒടുവിലായി അഭിനയിച്ചത്. വില്ലനായി അഭിനയിച്ച കോളിളക്കം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് അനശ്വര നടൻ ജയന്റെ അപകടമരണം സംഭവിച്ചത്. ജയന്റെ മരണത്തിന് പിന്നിലെ ദുരൂഹത കുറച്ചുനാൾ ബാലങ്കേ നായർ സമൂഹ മനസാക്ഷിക്ക് മുന്നിൽ
വിചാരണയ്ക്ക് വിധേയനാക്കുകയും അലട്ടുകയൊക്കെ ചെയ്തിരുന്നുവെങ്കിലും ആ അഭിനയ പ്രതിഭ കൂടുതൽ കരുത്താർജിച്ച് തിരിച്ചെത്തുക തന്നെ ചെയ്തു. അഭിനയ ജീവിതത്തിന്റെ അവസാന കാലത്ത് അഭിനയിച്ച ആര്യൻ, ഇന്ദ്രജാലം, വിഷ്ണുലോകം, തടവ് എന്നീ സിനിമകളിൽ വേറിട്ട കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം ശ്രദ്ധ നേടുകയുമുണ്ടായി. അദ്ദേഹത്തിന് രക്താർബുദത്തിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തുടർന്ന് 2000 ഓഗസ്റ്റ് 26 അന്തരിച്ചു. ശാരദാ നായരാണ് ഭാര്യ. നടനും ഈയിടെ അന്തരിച്ച ആളുമായ മേഘനാഥൻ അടക്കം ജയൻ, അജയകുമാർ, ലത, സുജാത എന്നിവരാണ് മക്കൾ. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. വാക്കവരേക്കും വണക്കം.